Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon, Nasima. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഭക്ഷണം കഴിച്ചോ നിങ്ങള്? ഭക്ഷണം കഴിച്ചോ? ക്ലാസ് കഴിക്കുന്നേ? കഴിച്ചു. റഷീദ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. മുംതാസ്. ഓക്കെ, പ്രയർ ആരാണ്? പ്രയർ മാം ഞാനാണ് റൗഫിയ. ഓക്കെ, തുടങ്ങട്ടെ. ദൈവമേ കാത്തു കൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ പാപ്തിക്കോരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി തൊട്ടെന്നും പൊരുളോടും നിന്നിടും പോലുള്ള സ്പന്ദമാകണം. ദൈവമേ കാത്തു കൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ പവാദിക്കോരാവിവൻ തോണി നിൻ പദം നിൻ പദം. സൈനിങ് ആരാണ്? സൈനിങ് ചെയ്യുന്നത് ഞാനാണ് മാം. പറയട്ടെ? പറഞ്ഞോളൂ. ഞാനൊരു പോയമാണ് വായിക്കുന്നത് നേച്ചറിനെ കുറിച്ച്. Blossom flowers, tall trees are what we see in our mind. Perhaps it is something more than our visual world. It changes our mood and makes us happy. The more you try, the more you know it is not about the land, but the sky too. The larger the nature, the larger its beauty. It is perhaps something that cannot be explained. The canopies, greenery, scratches, add cooling effect for the eyes once you observe it deeply. Thank you, ma'am. Okay. Then ഇനി എന്തെങ്കിലും ഉണ്ടോ? Thought of the day. ഞാനാണ് മാം. ഞാൻ സരിത. APJ അബ്ദുൽ കലാമിന്റെ ഒരു കോട്ടാണ് പറയുന്നത്. ലൈഫ് ഇസ് എ ബുക്ക്, എവറി ഡേ ഇസ് എ ന്യൂ പേജ്, എവറി മന്ത് ഇസ് എ ചാപ്റ്റർ, ആൻഡ് എവറി ഇയർ ഇസ് എ ന്യൂ സീരീസ്. താങ്ക് യു. നിങ്ങൾ സൈനിങ് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്ത ആ ഒരു ടോപ്പിക് കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ് തുടങ്ങി. ഓക്കെ ആണോ? Okay, ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നേ? എവിടം വരെയായിരുന്നു പറഞ്ഞത്? മാം ടെറ്റനസ് വരെയല്ലേ പറഞ്ഞത്? ടെറ്റനസ് വരെയാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് അസൈൻമെന്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഉണ്ട് മാം.
ആക്ടിവിറ്റി ആയിരുന്നു ആക്ടിവിറ്റി ആണ് തന്നെ മാം. മീൽ പ്ലാൻ അല്ലേ? മീൽ പ്ലാൻ ആണോ ആക്ടിവിറ്റി തന്നത്? ആ അതെ രാത്രിയിൽ പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞത്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എല്ലാവരും പ്രസന്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്? ഇല്ല, ഇന്നൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ലാസ്റ്റ് കാണാം. നമുക്ക് എന്നാല് നേരെ ഈ ചാപ്റ്ററിലോട്ട് പീഡിയഫിലോട്ട് പോകാം കേട്ടോ. അപ്പൊ പറഞ്ഞു ടെക്നസ് വരെ എടുത്തിരുന്നേ. ഇനി നമുക്ക് അടുത്തയിലോട്ട് പോകാം. ഇത് നോക്കിയാൽ നിങ്ങൾ പോളിയോമൈലൈറ്റിസ്, ഇൻഫന്റൈൽ പാരാലിസിസ്. പോളിയോമൈലൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു രോഗത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉണ്ട് മാം, കേട്ടിട്ടുണ്ട്. എന്താണ് മൃദുല കേട്ടത്? എന്താണ് മാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാം എടുത്തിരുന്നു പോളിയോനെ കുറിച്ച്. പോളിയോ വൈറസ് പരത്തുന്ന ഒരു രോഗമാണ് പോളിയോ മൈലൈറ്റിസ്. അതിന്റെ പോളിയോ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പോളിയോ എന്ന് പറയുന്നത്. അതിന് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് വാക്സിൻ എടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അങ്ങനെ കണ്ടു വരുന്നു കുറേശ്ശായിട്ട്. എവിടെയാണ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്? എന്തിനെയാ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്തിനെ അഫക്ട് ചെയ്യാം? നമ്മുടെ ചലനശേഷിയാണ് അഫക്ട് ചെയ്യുക കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എവിടം വരെയാണ് എടുത്തതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ചിലപ്പോൾ മറന്നു പോകും പല ബാച്ചിൽ എടുക്കുന്നത് കൊണ്ടേ. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത്, അല്ലെങ്കിൽ സൈനിക് പറയുമ്പോഴൊന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതായിരുന്നു ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അതിപ്പോ ചോദിക്കുമ്പോ ഒരാള് ടെറ്റനസ് എന്ന് പറഞ്ഞു, അതാണ് ഞാൻ പോളിയോമൈലൈറ്റിസ് എന്ന് പറഞ്ഞപ്പോ എവിടം വരെയായിരുന്നു കറക്റ്റ് ആയിട്ട്? പോളിയോമൈലൈറ്റിസ് എടുത്തിട്ടുണ്ടായിരുന്നു? മാം പോളിയോമൈലൈറ്റിസ് എടുത്തിട്ടില്ല. വേറൊരു മാമാണ് പോളിയോമൈലൈറ്റിസ് എടുത്തത്. വേറെ മാം എടുത്തിട്ടുണ്ടായിരുന്നു? ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് സാധാരണ നമ്മള് ചെറുപ്പം തുടങ്ങി കേൾക്കുന്ന ഒരു പേരാണ്, അതായത് പോളിയോ അസുഖം അഥവാ പിള്ളവാതം എന്ന് പറയും കേട്ടോ. പോളിയോമൈലൈറ്റിസിനെ പറയുന്ന പേരാണ് പിള്ളവാതം. പണ്ടുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഈ പേരിലാണ് ഈ രോഗത്തെ അവര് കൂടുതലായിട്ട് പറഞ്ഞിരുന്നത്. പിള്ളവാതം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു വൈറസ് അണുബാധയാണ്. ഓക്കെ. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റസുഖങ്ങൾ പറഞ്ഞപ്പോ അതിനൊക്കെ ചികിത്സയുണ്ട്. പക്ഷെ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ചികിത്സയൊന്നും തന്നെ പറയുന്നില്ല. തെറാപ്പികൾ പറയുന്നുണ്ടെങ്കിലും, ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടെങ്കിലും വന്നു കഴിഞ്ഞാല് ഈ രോഗം മാറാൻ ബുദ്ധിമുട്ടാണ്. പോളിയോ ബാധിച്ചിരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഓട്ടോറിക്ഷയുണ്ട്. ആൾക്ക് പോളിയോ വന്നിട്ട് ഒരു കാലിന് മാത്രമേ ഉള്ളൂ പോളിയോ രോഗം വന്നതാണ്. അത് ആ കാലിങ്ങനെ തളർന്ന പോലെയാണ്. പക്ഷെ ആളൊരു ഡ്രൈവറാണ്. ഓക്കെ. അപ്പൊ ചികിത്സയില്ല കേട്ടോ. വന്നു കഴിഞ്ഞാല് ഇതിന് ചികിത്സ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇത് നമ്മുടെ നെർവസ് സിസ്റ്റം, നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് അഫക്ട് ചെയ്യുന്നത്. അതുപോലെ ചലനശേഷി, രോഗം വന്നു കഴിയുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ചലനശേഷി നഷ്ടപ്പെടാം. ഒന്നില്ലെങ്കിൽ കാല് തളർന്നു പോകാം, അല്ലെങ്കിൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോകാം, അല്ലെങ്കിൽ കൈക്ക് ചലനശേഷി ഇല്ലാതിരിക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും പോളിയോ അസുഖം ബാധിച്ചവര് ആ ഒരു ഭാഗത്തിന് മൂവ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ ചലനശേഷിയെയാണ് ഈ രോഗം ബാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കാം, ഹാർട്ടിനെ ഈ ഒരു രോഗം ബാധിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്താ പറയാ, നമുക്ക് സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് കൊടുക്കാൻ പറ്റുക. അതായത് രോഗം പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതിന് ഈ രോഗം വന്നിട്ടുള്ള രോഗികൾക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. അപ്പൊ ഇതിനുള്ള പ്രധാന പ്രതിവിധി എന്താണ്? രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സയില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും ഇതിനുള്ള പ്രധാന പ്രതിവിധി? വരാതെ നോക്കുക, വാക്സിൻ എടുക്കുക. വരാതെ നോക്കുക എന്നുള്ളതാണ്. വരാതെ ഈ രോഗത്തെ നോക്കണം. വരാതെ നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? വാക്സിൻ എടുക്കുക അല്ലെ? പ്രോപ്പറായിട്ട് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് നമ്മള്
വാക്സിൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ 100% ഈ രോഗത്തെ തുടച്ചു നീക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അതായത് പണ്ടുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ട് പോളിയോ അസുഖം കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത്, അല്ലെ? ശരിയല്ലേ? നിങ്ങളുടെ ചുറ്റുപാടൊക്കെ പറഞ്ഞു, അടുത്തുള്ള ഒരു ചേട്ടനെ കണ്ടു എന്ന് പറഞ്ഞല്ലേ? പണ്ടുള്ള ആൾക്കാരാണ്. അതായത് പണ്ടെന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ 3, 4 അല്ലെങ്കിൽ 5 മക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്, അല്ലെ? അപ്പോ ആ സമയത്തൊന്നും കറക്റ്റ് ആയിട്ട് വാക്സിൻ കൊടുക്കാനോ ആശുപത്രിയിൽ പോകാനോ ഒന്നും പണ്ടത്തെ കാലം അല്ല ഇന്നത്തെ കാലം ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പണ്ടത്തെ കാലത്തിന്, അല്ലെ? അപ്പോ കൂടുതലും അച്ഛനും അമ്മയൊക്കെ എന്താണ് പാരന്റ്സ് ഒക്കെ കൃഷിയിടങ്ങളിലൊക്കെ പോയി പണിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോയി പണി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, വീട്ടിലേക്കൊക്കെ വരിക. അപ്പൊ ഈ കുറെ മക്കളുള്ള സാഹചര്യത്തിൽ എല്ലാവരെയും ഒരുപോലെ കെയർ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കറക്റ്റ് ആയിട്ട് വാക്സിനോ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോളിയോ ഡ്രോപ്സോ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ള ആളുകൾക്ക് ഈ രോഗം കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ 100% ഇതിന്റെ വാക്സിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ഈ രോഗത്തെ എന്ത് ചെയ്യാൻ പറ്റും, പാടെ തുടച്ചു നീക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ക്ലിയർ മാം. ഓക്കെ. മാം, പോളിയോ മൈലൈറ്റിസ് പറഞ്ഞോ. ആക്ടിവിറ്റിന്റെ പറയുമ്പോ എന്റെ കണക്ഷൻ കട്ടായി. എന്താ പറഞ്ഞ മിസ്? പറഞ്ഞത് കേട്ടിട്ടില്ല. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് കുറച്ച് എടുത്തതിന് ശേഷം പ്രസന്റ് ചെയ്യാൻ പറയാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഒരാളെ നിന്ന് വായിച്ച് പോളിയോ മൈലൈറ്റിസ് അതിന്റെ വാക്സിൻ എപ്പോഴാ കൊടുക്കുന്നതെന്ന് പറഞ്ഞേ. അമ്പിളിപ്പി ഒന്ന് വായിക്കാമോ? അമ്പിളി. സബീറ ബാനു ഒന്ന് വായിക്കാമോ? സാബിറ. Okay, ma'am. The polio vaccine is given along with the 3 DPT dose followed by 2 booster and the second 4. എന്താ പറയുന്നത് അവിടെ? പോളിയോ മൈലൈറ്റിസിന്റെ വാക്സിൻ ആണ് DPT ഡോസ്. വാക്സിൻ given along 3 DPT ഡോസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. 2 ബൂസ്റ്റർ 2 ബൂസ്റ്റർ ഡോസ് ഉണ്ട്. 1.5 വയസ്സാവുമ്പോ അങ്ങനെയല്ലേ മാം? കൂടെയാണ് നമ്മളിത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ബൂസ്റ്റേഴ്സിനൊപ്പവും കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1.5 ഇയേഴ്സിലും പിന്നെ സെക്കൻഡ് 4.5 ഇയേഴ്സിലും നമ്മൾ ഈ പോളിയോയുടെ വാക്സിൻ പ്രൊവൈഡ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് മീസിൽസ് ആണ്. മീസിൽസ് നമുക്ക് നോക്കാം. ഒരാളൊന്ന് റീഡ് ചെയ്യൂ. മീസിൽസ് മൃദുല മുരളീധരൻ ഒന്ന് റീഡ് ചെയ്യാമോ? റീഡ് ചെയ്യാമോ? Measles. The body is immunized against measles between the age of 9 and 12 months and a booster in the form of MMR vaccine at 15 to 18 months. Should there be an epidemic of measles in the area, or should a family member get measles before the body has been immunized? The doctor usually immunize the baby to protect it from catching it or keep the case from becoming a bad one if the baby before had it. എന്താ പറയുന്നത് അവിടെ? മീസിൽസിനെ കുറിച്ച് എന്താ കറക്റ്റ് ആയിട്ട് പറയുന്നത്? ബേബിക്ക് എപ്പോഴാണ് മീസിൽസിന്റെ വാക്സിൻ നമ്മൾ കൊടുക്കുക? Between 9 and 12 months between. 9 and 12 month്സിനിടയിൽ കൊടുക്കും. അതുപോലെ തന്നെ ബൂസ്റ്റർ എപ്പോഴാ കൊടുക്കുക? MMR വാക്സിന്റെ രൂപത്തിൽ ബൂസ്റ്റർ 15-18, അതായത് 15 to 18 month്സിലും കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ മീസിൽസ് ബാധിച്ച ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിലൊരു ബേബി ഉണ്ടെങ്കിൽ കുഞ്ഞിന് എന്ത് കൊടുക്കാറുണ്ട്? നേരത്തെ തന്നെ ഈ മീസിൽസിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് ഡോക്ടർ സജസ്റ്റ് ചെയ്യാറുണ്ടെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ MMR ആണ് കൊടുക്കുന്നത് കേട്ടോ. അതായത്
മീസിൽസ്, മംസ്, റുബല്ല ഈ 3 രോഗങ്ങൾക്കെതിരെ ഒരൊറ്റ ബൂസ്റ്റർ ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? MMR നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ 3 രോഗങ്ങൾക്കെതിരെ ഏതൊക്കെയാണ്? മീസിൽസിന് മാത്രമല്ല, മീസിൽസ്, മംസ്, റുബല്ല ഈ 3 രോഗങ്ങൾക്കെതിരെയാണ് ഈ വാക്സിൻ നമ്മൾ MMR വാക്സിൻ നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഇന്നത്തെ മീസിൽസിനെയാണ് 9 and 12 monthsലും അതുപോലെ 15 to 18 monthsലും നമ്മൾ ഇത് കൊടുക്കുക. ഓക്കെ. അപ്പോ മീസിൽസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുവാണെങ്കിൽ, അതായത് മീസിൽസ് എന്ന് പറഞ്ഞാൽ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ്. വൈറസ് ആണ് മീസിൽസ് എന്ന് പറയുന്ന രോഗം സ്പ്രെഡ് ചെയ്യിക്കുന്നത്. കുട്ടികളിലാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. അതിലാണ് കുട്ടികളിലാണ് കൂടുതലായിട്ട് സാധാരണ കണ്ടുവരാറുള്ളത്. രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും വായുവിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഡ്രോപ്സ് സ്പ്രെഡ് ചെയ്യുന്നത് മൂലമാണ് ഈ ഒരു രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ 3-4 ദിവസം ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ ഉണ്ടാവും. ഒരു 3-4 ദിവസം അടുപ്പിച്ച് ഫീവർ ഉണ്ടാകാം. 5-ാം ദിവസം ശരീരത്തിൽ, അതായത് ബോഡിയിൽ, അതായത് രോഗബാധിതനായിട്ടുള്ള ആളുടെ ബോഡിയില് ചുണങ്ങ് പ്രത്യക്ഷപ്പെടാം. ചുണങ്ങുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ചുണങ്ങ് കണ്ടിട്ടില്ലേ? നിങ്ങള് കണ്ടിട്ടുണ്ടോ? ചുണങ്ങ് വരിക എന്ന് പറയില്ലേ കുട്ടികളുടെ ദേഹത്ത്? കണ്ടിട്ടില്ല? ഉണ്ട്. അപ്പൊ അത് ബോഡിയിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ 3-4 ദിവസമായിരിക്കും. ആദ്യത്തെ 3-4 days പനി ആയിരിക്കും ഉണ്ടായിരിക്കുക. 5-ാമത്തെ ദിവസമാണ് എന്ത്? ചുണങ്ങ് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മീസിൽസിന്റെ മറ്റൊരു പേരാണ് 5-ാം പനി. 5-ാം പനി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മീസിൽസിനെ ആട്ടോ പറയുന്ന 5-ാം പനി എന്ന്. ഓക്കെ. എന്തുകൊണ്ടാണ് 5-ാമത്തെ ദിവസം, അതായത് ഈ രോഗം പിടിപെട്ട് സിംറ്റംസ് ഒക്കെ കഴിഞ്ഞ് 5-ാമത്തെ ദിവസം എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ ചുണങ്ങുകൾ രൂപപ്പെടുന്നു. ദാറ്റ് ഈസ് മീസിൽസ് അഥവാ 5-ാം പനി. അതുപോലെ തന്നെ എന്താ പറയാ, ചെവിയുടെ പിറകില് ചുണങ്ങ് ചുവന്ന് തടിച്ച പാടുകൾ ഉണ്ടാവാം. ചെവിയുടെ ബാക്ക് സൈഡിലായിട്ട് നല്ല റെഡ് കളറിലായിട്ടുള്ള ഒരു റാഷസ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കോംപ്ലിക്കേഷൻ ഒക്കെ കൂടുതലായാലും വയറിളക്കം ഉണ്ടാവാം, ലൂസ് മോഷൻ ഉണ്ടാവാം, ഡീഹൈഡ്രേഷൻ കൊണ്ട് അതൊക്കെ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മീസിൽസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു അണുബാധയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് പകരുന്നത്? രോഗബാധിതരായിട്ടുള്ള ആളുകൾ ചുമയ്ക്കുകയോ അല്ലെങ്കിൽ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഡ്രോപ്സിലൂടെയാണ് അത് പകരുന്നത്. പിന്നെ 3-4 ദിവസം പനി ഉണ്ടാകും. 5-ാം ദിവസം ശരീരത്തിൽ ചുണങ്ങ് പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ ഇതിന് 5-ാം പനി എന്ന് പറയുന്നു. പിന്നെ ലൂസ് മോഷൻ ഉണ്ടാവാം, അതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം. ഇതൊക്കെ എന്താണ്? മീസിൽസിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പൊ വാക്സിൻ കൊടുക്കുന്നത് 9 to 12 months and 15 to 18 months. ഇതിനിടയിൽ MMR വാക്സിൻ മുഖേനയാണ് കുട്ടികൾക്ക് എന്ത് കൊടുക്കാറ്? വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രദേശത്ത്, അതായത് നമ്മുടെ വീട്ടിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ ആർക്കെങ്കിലും മീസിൽസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള വാക്സിൻ എടുക്കാനായിട്ട് ഡോക്ടർ മുന്നേ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ടെന്ന് കൂടി ഇതിനകത്ത് പറയുന്നു. ഓക്കെ. ക്ലിയർ ആണോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ടോ മീസിൽസുമായി ബന്ധപ്പെട്ട്? ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ഫാമിലിയില് മീസിൽസ്? 5-ാം പനി ബാധിച്ചിട്ടുണ്ടോ? വന്നിട്ടുണ്ട് മാം. ആർക്കാണ്? ഫാത്തിമ? എന്റെ ഇക്കാക്കിന്റെ മോൾക്ക് വന്നിട്ടുണ്ട്. 5 വയസ്സുള്ള കുട്ടിയാണ്. കുറെ ദിവസം പനിയായി, പിന്നെ ഭയങ്കര ക്ഷീണായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ച് 5-ാം പനി എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും, വീട്ടിലായിരിക്കും ഉണ്ടായിട്ടില്ല, ആ കുട്ടിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇല്ല? മാം, MMRന്റെ ഫുൾ ഫോം എന്താന്ന് പറഞ്ഞുതരോ? MMR എന്ന് പറഞ്ഞാല് മീസിൽസ്, മംസ്, റുബല്ല. MMR അതായത് 3 രോഗങ്ങൾക്കും എതിരെ നമ്മൾ ഒരൊറ്റ വാക്സിൻ ആയിട്ടാണ് കൊടുക്കുന്നത്. MMR എന്ന് പറയുന്ന വാക്സിൻ കേട്ടോ.
മീസിൽസ്, മംസ് ഒക്കെ നമ്മൾ താഴെ റുബല്ലയും മംസ് ഒക്കെ പഠിക്കും. എന്താണ് നമുക്ക് നോക്കാം. റുബല്ല, മംസ് മൂന്നെണ്ണത്തിനും ഒറ്റ വാക്സിൻ ആയിട്ട് കൊടുക്കുന്നത് ദാറ്റ് ഈസ് MMR വാക്സിൻ. ഓക്കെ, MMR എന്ന് പറഞ്ഞാൽ മീസിൽസ്, മംസ്, റുബല്ല. അടുത്തത് റുബല്ലയാണ് കേട്ടോ. ഒരാള് വായിക്കുക. അപർണ വായിക്കാമോ? വായിക്കാം. Unless there is an epidemic in the area or a case in the family, doctors usually prefer to immunize babies against rubella when they are 1.5 years old. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത് വന്നു കഴിഞ്ഞാല് ഡോക്ടേഴ്സ് റുബല്ല എടുക്കാനായിട്ട് പറയും. വാക്സിൻ എടുക്കാൻ പറയാറുണ്ട് അല്ലേ? എടുക്കാൻ പറയാറുണ്ട് 1.5 years old വയസ്സില്. 1.5 years. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് കൊടുത്തിട്ടുള്ളൂ. ജർമ്മൻ മീസിൽസ് എന്നും കൂടി റുബല്ലനെ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ റുബല്ലയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. കുട്ടികളിലും യുവാക്കളിലും കൂടുതലായി കാണപ്പെടുന്ന ഒരു പകർച്ചവ്യാധി അണുബാധയാണ് റുബല്ല. ആരിലാണിത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? കുട്ടികളിൽ കാണപ്പെടാം, അതുപോലെ തന്നെ യുവാക്കളിലും കൂടുതലായിട്ട് ഈ ഒരു രോഗം കാണപ്പെടാം. ലക്ഷണം എന്ന് പറയുന്നത് നേരിയ പനി ഉണ്ടാവും, പിന്നെ ചുണങ്ങുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ശരീരത്തിൽ പാടുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ നേരിയ പനി ഉണ്ടാവാം. പിന്നെ ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകത, അതായത് പ്രഗ്നന്റ് ലേഡീസിലാണ്, ക്യാരി ചെയ്തിട്ടുള്ള ലേഡീസിനാണ് ഇത് വരുന്നതെങ്കിൽ, ഗർഭാവസ്ഥയിലുള്ള യുവതികൾക്കാണ് ഈ ഒരു രോഗം ബാധിക്കുന്നതെങ്കിൽ കുഞ്ഞ് അബോർഷനായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതല്ല, അബോർഷനായി പോയില്ല എങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിന് ഡിസബിലിറ്റീസ് അഥവാ വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? റുബല്ല എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നേരിയ പനി ഉണ്ടാവും. കുട്ടികളിലും യുവാക്കളിലുമാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നേരിയ പനി, അതുപോലെ ശരീരത്തിൽ ചുണങ്ങ് എന്നിവ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഗർഭാവസ്ഥയിലാണ് യുവതിക്ക് രോഗം വരുന്നതെങ്കിൽ, അതായത് പ്രഗ്നന്റ് ലേഡീസിന് ഈ രോഗം വന്നു കഴിഞ്ഞാൽ അബോർഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അതല്ല, കുഞ്ഞ് ജനിച്ചതിന് ശേഷം അതിന് വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പകരുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എന്താണ്? രോഗബാധിതരായിട്ടുള്ള ആളുകൾ തുമ്മുകയോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ വായുവിലൂടെയുള്ള, എയറിലൂടെയുള്ള ഡ്രോപ്സിലൂടെയാണ് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കാണ് അല്ലെങ്കിൽ യുവാക്കൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞല്ലേ. കുട്ടികളിൽ വന്നു കഴിഞ്ഞാല്, കുട്ടികളിൽ വരുവാണെങ്കിൽ ഈ രോഗം, ഇതിന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആയാല്, അതായത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലുണ്ട്, ഇതിന്റെ സിവിയറിറ്റി കുറച്ച് കൂടി കഴിഞ്ഞാല് കുട്ടികൾക്ക് കേൾവിക്ക് തകരാറുണ്ടാവാം. അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് തകരാറുണ്ടാവാം, അതുപോലെ ഓട്ടിസം ബാധിക്കാം, അതുപോലെ ഡയബറ്റീസ് വരാം, തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റുബല്ല ബാധിച്ചു കഴിഞ്ഞാല് അതിന്റെ സിവിയറിറ്റി കൂടിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശ്രവണ വൈകല്യങ്ങൾ അഥവാ കേൾവിക്ക് തകരാറ് വരാം, കാഴ്ചയ്ക്ക് കുറവ് വരാം, ഓട്ടിസം ബാധിക്കാം, ഡയബറ്റീസ് വരാം, തൈറോയിഡ് വരാം. ഇതൊക്കെ ഇതിന്റെ ഒരു ഹയർ സ്റ്റേജിൽ വരുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ പ്രദേശത്ത് ഒരു പകർച്ചവ്യാധിയോ കുടുംബത്തിൽ ഒരു കേസോ ഇല്ലെങ്കിൽ 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് റുബല്ലക്കെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നു. അപ്പോ 1.5 വയസ്സായിട്ടുള്ള കുട്ടിക്ക് റുബല്ലക്കെതിരായിട്ടുള്ള വാക്സിൻ കൊടുക്കാൻ ആരാണ് സജസ്റ്റ് ചെയ്യുന്നത്? ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ടെന്ന് കൂടി ഇതിനകത്ത് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണോ? റുബല്ലയെ കുറിച്ച് മനസ്സിലായോ? റുബല്ലയെ കുറിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? റുബല്ല ഒരു എക്സ്പീരിയൻസോ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല റുബല്ലയെ കുറിച്ചിട്ട്? എവിടെയെങ്കിലും വായിച്ചറിവ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേട്ടറിവോ വായിച്ചറിവോ എന്തെങ്കിലും ഉണ്ടോ റുബല്ലയെ കുറിച്ച്?
ഇല്ല ഇല്ല മാം. ഇല്ല. ഓക്കെ. അടുത്തത് മംസ് ആണ് കേട്ടോ. ഓക്കെ. മംസ് എന്തായാലും നിങ്ങൾക്ക് ധാരാളം അറിവുകൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു രോഗമാണ് മംസ്. മംസിന്റെ മലയാളം എന്താ? ഉണ്ടിനീര്. അതെന്തായാലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വന്നിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് ഞാൻ ചോദിക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് വായിക്കാം. സജിത, സജി ഒന്ന് വായിക്കാമോ മംസ്? ഓക്കെ മാം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണുണ്ടോ? Okay. Immunization to prevent mumps is usually given when the baby is 15 to 18 months in the form of MMR, mumps, measles, rubella vaccine. Mumps booster may be given when the child is 12 years old. This is especially important for boys. If a boy catches mumps when he is immature, he may become sterile. എന്താ പറയുന്നേ അതിനകത്ത്? മംസ് ഈ വാക്സിൻ രൂപത്തിൽ കുഞ്ഞിന് 15-18 മാസം പ്രായമുള്ളപ്പോൾ മുണ്ടുനീര് തടയുന്നതിനുള്ള പ്രതിരോധ കുത്തിവെപ്പ് സാധാരണയായി നൽകാറുണ്ട്. കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോൾ മുണ്ടുനീരിന് ബൂസ്റ്റർ നൽകാം. ഇതായിട്ട് വരുന്നത് ആൺകുട്ടികൾക്കാണ്, പ്രത്യേകിച്ചും വരുന്നത് ആൺകുട്ടികൾക്കാണ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്ക് മുണ്ടുനീര് പിടിപെട്ടാൽ അവര് വന്ധ്യത വരാനുള്ള ചാൻസ് ഉണ്ട് എന്നല്ലോ. ആൺകുട്ടികളുള്ള അമ്മമാരുണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണ് മംസ് എന്ന് പറയുന്ന വൈറസ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മംസ് വൈറസ്. അതായത് നമ്മുടെ കവിളിന്റെ സമീപത്തുള്ള, അതായത് ഈ ഒരു പോർഷനിൽ കാണുന്ന പരോട്ടിഡ് ഗ്ലാൻഡ് അഥവാ പരോട്ടിഡ് ഗ്രന്ഥികളിലാണ്, അതായത് ഒരു ഉമിനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഉമിനീർ ഗ്രന്ഥിയാണ്. ഈ ഉമിനീർ ഗ്രന്ഥികളെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് മുണ്ടുനീര് അഥവാ മംസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പറയാൻ ഞാൻ നമ്മുടെ കവിളിന്റെ സമീപത്തുള്ള പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന ഒരു രോഗമാണ്, അല്ലെങ്കിൽ ഒരു വൈറസ് ആണ് എന്ന് പറയുന്നത് ഈ ഒരു മംസ് വൈറസ് എന്ന് പറയുന്നത്, അഥവാ മുണ്ടുനീര് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തില് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അതായത് ചൂടുള്ള കാലാവസ്ഥയിലാണ് കൂടുതലായിട്ട് എന്ത് കണ്ടുവരിക, ഈ ഒരു രോഗം കൂടുതലായിട്ട് കണ്ടുവരിക. നിങ്ങൾക്ക് ഈ രോഗം പിടിപെട്ടിട്ടുണ്ടോ? ആർക്കൊക്കെയാണ് ഈ മുണ്ടുനീര് വന്നിട്ടുള്ളത് ചെറുപ്പത്തിലെ? ഉണ്ട് മാമ, ഉണ്ട്, വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് മാം. വന്നിട്ടുണ്ട് അല്ലേ? ചെറുപ്പത്തിലല്ല മാം, ഈ കഴിഞ്ഞ മാസം എനിക്ക് എന്റെ മോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെ, 13 വയസ്സിലോ? എനിക്ക് എന്റെ മോക്കും കഴിഞ്ഞ മാസം, മോൾക്ക് 6 വയസ്സ്, കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു. മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഡോക്ടർ ചോദിച്ചു കുട്ടികൾ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഞാൻ ഒരാള് പറയട്ടെ, രേഷ്മ പറയൂ, ഞാൻ ചോദിക്കാം കേട്ടോ. രേഷ്മ ആദ്യം പറയൂ, ആർക്കാണ് ആദ്യം വന്നേ? ആദ്യം വന്നത് എനിക്കാ മാം. ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു കൊച്ചിനെ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്റെ മോളുടെ അതേ പ്രായം തന്നെയാണ്, 6 വയസ്സ്. അപ്പം ആ മോൾക്ക് വന്നിട്ട് ആ മോള് 10-15 ദിവസമായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ഇവര് കൂട്ടുകാരികൾ തമ്മിൽ കണ്ടപ്പോ ഓടി വന്നതൊക്കെയാണ്. എന്നിട്ട് പക്ഷെ മോക്ക് വന്നില്ല, എനിക്കായിരുന്നു വന്നേ. ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വന്ന് മാറി. കറക്റ്റ് 14 ദിവസമായപ്പോ എന്റെ മോക്കും വന്നു. ഇതിന്റെ എന്തായിരുന്നു സിംറ്റം ഒക്കെ ഉണ്ടായിരുന്നത്? ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? അസ്വസ്ഥതകൾ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? മറ്റേ നമ്മുടെ താടേന്റെ ചെവിന്റെ പുറകിലായിട്ടും താടേന്റെ ആയിട്ട് നീര് വെച്ചിട്ട് ഇങ്ങനെ തൂങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മനീര് ഭക്ഷണം കഴിക്കാനും ഉമ്മനീര് ഇറക്കാനും ഒക്കെ ബുദ്ധിമുട്ട്, ഭയങ്കര വേദന ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ഇത് വന്നു കഴിഞ്ഞപ്പോ അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ എന്റെ അത്ര ബുദ്ധിമുട്ട് എന്റെ മോക്ക് ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഒറ്റ ദിവസം തന്നെ പെട്ടെന്ന് തന്നെ മാറി. വേദന വന്നു, അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. പക്ഷെ അപ്പൊ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ അവൾക്ക് മാറിയായിരുന്നു.
രേഷ്മയ്ക്ക് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എത്ര ദിവസം റെസ്റ്റ്? എനിക്ക് ഒരു 7 ദിവസത്തോളം ഇങ്ങനെ ആ നീര് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നീര് വലിഞ്ഞ് പോവുമായിരുന്നു ചെയ്തത്. നീര് ഇങ്ങനെ പുറത്തോട്ട് തന്നെ തുപ്പി കളയാൻ പറഞ്ഞു. അങ്ങനെ കളഞ്ഞ് പിന്നെ ഒരു ഓൾമെന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് തൂത്തിട്ടായിരുന്നു പോയത്. മോൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മാറി. അവൾക്ക് അത്ര വലിയ കാര്യമായിട്ട് വന്നില്ലായിരുന്നു. പിന്നെ ആരാണ് അഞ്ജുവിന് എങ്ങനെയായിരുന്നു? എനിക്ക് 6 മാസം മുന്നേ വന്ന് കുട്ടികളും വീട്ടിലൊന്നും ഇല്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ചെറിയ കുട്ടികൾക്കല്ലേ വരും വെച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ മുതിർന്നവർക്കും വരുന്ന കേസുകൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ മാതിരിക്ക് തന്നെ ആദ്യം വേദന വന്ന് പിന്നെ ഇങ്ങനെ വീങ്ങി വരാൻ തുടങ്ങി. ചെവിന്റെ അവിടെയും ആ താടീന്റെ അവിടെയൊക്കെ നീരിറക്കാനൊന്നും കഴിയില്ലായിരുന്നു. പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു തൈലം പോലെ തന്നിട്ട് അത് തേക്കും ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചൂടും പിടിക്കുക. അതാണ് പറഞ്ഞത് അല്ലേ? ഭക്ഷണമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു പ്രാവശ്യം വന്നിട്ട് വീണ്ടും ആർക്കെങ്കിലും രോഗം വന്നിട്ടുണ്ടോ ഈ കൂട്ടത്തില്? ഇല്ല, ചെറുപ്പത്തിൽ വന്നതാ, പിന്നെ വന്നിട്ടില്ല. മാം അത് 2 തവണ വരില്ലല്ലോ മാം. 2 തവണ വരില്ലല്ലോ, ഒരു തവണയല്ലേ വരൂ. ചിലർക്ക് വരലുണ്ടല്ലേ. ഇന്നലെ ഞാൻ ഈ കാര്യം വേറൊരു സ്റ്റുഡന്റിനോട് വേറൊരു ബാച്ചിൽ സംസാരിച്ചപ്പോൾ അവിടെ 2-3 പേർക്ക് രണ്ടാമതും മൂന്നാമതും വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത് വന്നിട്ടുണ്ടോന്ന്. പക്ഷെ നമ്മൾക്ക് ഇത് കോമൺ ആയിട്ട് ഇത് പറയുന്നത് ഒരു പ്രാവശ്യം ഈ രോഗം വന്നാല് പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. ചാൻസ് എന്ന് പറയുന്നത് കുറവാണ്, പക്ഷെ തീർത്തും വരില്ല എന്ന് പറയുന്നില്ല. വരാം, വേണമെങ്കിൽ വരാം, പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ചാൻസ് എന്നാലും കുറവാണ്. റയർ ആയിട്ടുള്ള കേസുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ രോഗം പിന്നീട് വരാം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രാവശ്യം രോഗം വന്നാൽ പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രാവശ്യമേ വരുള്ളൂ എന്ന് പറയാറുണ്ട് അല്ലേ? ചിക്കൻ ബോക്സ് അങ്ങനെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് പറഞ്ഞ ഒരു അസുഖമല്ലേ? അതെ അതെ, ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് നമ്മുടെ മിത്തുകളായിട്ടൊക്കെ ഐതിഹ്യമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട് ആ രോഗത്തിന്. ഒരു പ്രാവശ്യം വന്നാല് പിന്നീട് വരില്ല, അങ്ങനെ ഒരു സമാധാനാണ്. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ ഭയങ്കര ചൂടാണല്ലോ, ചൂട് കൂടുന്ന സമയത്താണ് ഈ രോഗമൊക്കെ വരുന്നത്. ഭയങ്കര ചൂടും കാര്യങ്ങളും അല്ലേ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ രോഗം. മിത്തുമായിട്ട് കുറച്ച് നമ്മുടെ പുരാണം, നമ്മുടെ കുറെ ഐതിഹ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രോഗമാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഈ രോഗം വന്നാൽ പിന്നീട് വരാനുള്ള സാധ്യത കുറവാണെങ്കിലും ഇതുണ്ടാക്കുന്ന അസ്വസ്ഥതകളും ഇതിന്റെ സൈഡ് എഫക്റ്റും ഈ രോഗത്തെ ഗൗരവമുള്ളതാക്കുന്നു, കുറച്ച് സീരിയസ് ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാമത് ചാൻസ് കുറവാണ് വരാൻ. പക്ഷെ ഇത് വരുന്ന സമയത്ത് ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇത് ഉണ്ടാക്കും. ഈ രോഗം കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് എഫക്ട്, രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് എഫക്റ്റും ചിലപ്പോൾ ഇതിനെ ഗൗരവമുള്ളതാക്കാറുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ രോഗം കൊണ്ട് ആരും ഇതുവരെ മരിച്ചിട്ടില്ല. ഈ രോഗം വന്നതിന് ശേഷം ഇതൊരു മരണകാരണമാകാറില്ല. മറ്റു രോഗങ്ങളൊക്കെ നമ്മള് എന്താ പറഞ്ഞ പല രോഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ആദ്യം ഡിഫ്തീരിയൊക്കെ പറഞ്ഞു. ആ രോഗങ്ങൾ കൊണ്ടൊക്കെ ധാരാളം പേര് മരിച്ചിട്ടുണ്ട്. പക്ഷെ മുണ്ടുനീര് വന്നിട്ട് ഇതുവരെ ആരും മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുണ്ടുനീരിന്റെ കാരണക്കാരെന്ന് പറയുന്നത് മിക്സോ വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരു തരം വൈറസുകളാണ്. മിക്സോ വൈറസ് കേട്ടോ, മിക്സോ വൈറസ് എന്നാണ് അതിന്റെ പേര്. ആ വൈറസുകളാണ് എന്ത് വരുത്തുന്ന രോഗം സ്പ്രെഡ് ചെയ്യിക്കുന്നത്. ഓക്കെ. പിന്നെ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് സാധാരണയായിട്ട് ഈ രോഗം കണ്ടുവരാറുള്ളത്. ഓക്കെ, 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് സാധാരണയായി രോഗം കണ്ടുവരാറുള്ളത്. പിന്നെ ഒരു ഫാക്ട് പറയുന്നുണ്ട്, 6 മാസത്തിൽ താഴെയുള്ള പ്രായമുള്ള കുട്ടികളിൽ ഈ രോഗം സാധാരണ കണ്ടുവരാറില്ല. എന്തുകൊണ്ടായിരിക്കാം? അത് വാക്സിൻ അടിക്കുന്നോണ്ടായിരിക്കും. 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരാറില്ല. എന്തുകൊണ്ടായിരിക്കും?
ചിന്തിച്ചു നോക്കിയോ? ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളതുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു പ്രതിരോധ ശേഷി ഉണ്ടോ? അതുകൊണ്ടാണ് കേട്ടോ. അതായത് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് മുലപ്പാലിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആന്റിബോഡീസ് ധാരാളമായിട്ട് കുഞ്ഞിന്റെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുണ്ടുനീര് 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് വരാറില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ അതൊരു ഫാക്ട് ആയിട്ട് അത് ഒരു പോയിന്റ് ആണ് കേട്ടോ. അതപ്പോ ആന്റിബോഡീസ് അഥവാ പ്രതിരോധ വസ്തുക്കള് ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ വാക്സിൻ കൊടുക്കുന്നോണ്ടല്ല, അത് മുലപ്പാലിന് ഔഷധ ഗുണമുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നുള്ള ആന്റിബോഡീസ് കിട്ടുന്നോണ്ടാണ് അത് വരാത്തതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉമിനീരിൽ കൂടിയോ അതുപോലെ തന്നെ നേരിട്ടുള്ള സ്പർശനം വഴിയോ ഈ രോഗം പകരാവുന്നതാണ്. ക്ലോസ് കോണ്ടാക്റ്റിലൂടെ ഈ രോഗം വരാം. ഈ രോഗം പിടിപെട്ടിട്ടുള്ള ഒരാളെ ടച്ച് ചെയ്യുവാണ്, അങ്ങനെയാണെങ്കിൽ സ്പർശനം വഴി എന്ത് ചെയ്യാം, ഈ രോഗം വരാം. അതുപോലെ ഉമിനീരിലൂടെ, അതായത് നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോഴോ ഒക്കെ തെറിക്കുന്ന ഡ്രോപ്സിലൂടെയും ഈ രോഗം പിടിപെടാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 18 ദിവസമാണ്, 18 days ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് വരെയുള്ള കാലഘട്ടം. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് ഈ ഇൻക്യുബേഷൻ പീരീഡ് അഥവാ 18 days എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ചെവി വേദനയാണ്. ഫസ്റ്റ് സിംറ്റം എന്താണ് ഇതിന്റെ? ചെവി വേദന. അതായത് നമുക്ക് ചെവി വേദന ഉണ്ടാവും. പിന്നെ തറപ്പിൽ ചെവി വേദന ഉണ്ടായിട്ടുണ്ടോ? മുണ്ടുനീര് വന്നിട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് സിംറ്റം നമുക്ക് പറയാം ചെവി വേദനയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും MMR വാക്സിൻ മുഖേന കുഞ്ഞിന് 1.5 വയസ്സ്, അതായത് 15-18 months പ്രായമാകുമ്പോൾ മുണ്ടുനീര് തടയുന്നതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാറുണ്ട്. പിന്നെ കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോൾ മുണ്ടുനീരിന്റെ ബൂസ്റ്റർ നൽകാറുണ്ട്. ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇത് പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. മുണ്ടുനീരിന്റെ വാക്സിൻ എന്തായാലും കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് പ്രായപൂർത്തിയാകാത്തപ്പോൾ ഒരാൺകുട്ടിക്ക് മുണ്ടുനീര് പിടിപെട്ടാൽ അയാള് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം, അയാൾ വന്ധ്യനാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രായപൂർത്തിയാകാത്തൊരു സമയത്താണ് ഒരാൺകുട്ടിക്ക് ഈ ഒരു രോഗം വരുന്നതെങ്കിൽ ഭാവിയിൽ ആ കുട്ടി വന്ധ്യനാകാനുള്ള ചാൻസ് കൂടുതലാണെന്നും കൂടി ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ആൺകുട്ടികളുള്ള അമ്മമാരൊക്കെ ഒന്ന് പ്രത്യേകം കെയർ ചെയ്യുക കേട്ടോ. കറക്റ്റ് ആയിട്ട് ഇതിന്റെ ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? മുണ്ടുനീരിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയാണോ ഹംസ്? എത്ര പേര് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്? ആക്ടിവിറ്റി എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഞാൻ ചെയ്തിട്ടുണ്ട് മാം. ഞാൻ ചെയ്തിട്ടുണ്ട് മാം. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി കാണാം. വീഡിയോ ഓൺ ചെയ്യാമോ? നമുക്ക് വീഡിയോ ഓൺ ചെയ്യാം. അപർണ മീൻസ് അതൊന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടോ മിസ്സേ? കാണാൻ പറ്റുന്നില്ല. മാഡം വീഡിയോ ഓൺ ആക്കാണോ ചെയ്യണ്ടേ? വീഡിയോ ഓൺ ചെയ്ത് കാണിക്കണം. ചാർട്ടിലല്ലേ പ്രിപ്പയർ ചെയ്തിരിക്കുന്നേ. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ വേറെ ആരെങ്കിലും കേട്ടോ. അമ്പിളി ചെയ്തിട്ടുണ്ട്. നമുക്ക് അമ്പിളിയുടെ ഒന്ന് കാണാം. ഞാൻ ചാർട്ടിലാണ് ചെയ്തത്. ഞാന് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മളിപ്പോ എഗ് ആണ്, എഗ് ഫ്രൈ, എഗ് കറിയൊക്കെയാണ് കഴിച്ചത്. ഇങ്ങനെ എഗിന്റെ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്മാവ്, ചാർട്ടൊന്ന് കാണിക്കാം. ഓക്കെ, പിക്ചർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ?
പിക്ചർ പരമാവധി ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന്റെ പിക്ചർ കിട്ടിയത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ ഇത് കുട്ടികൾക്ക് ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കാനാണെന്നുള്ള ഒരു ഇതിൽ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ ബനാന ആണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ ബനാന കിട്ടിയ പിക്ചർ അപ്പൊ ഞാൻ ബനാന ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ പൈനാപ്പിളിന്റെ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ പപ്പായ ഞങ്ങളുടെ വീട്ടിലുണ്ട്, അപ്പൊ അതിന്റെ പിക്ചർ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ചക്ക ഉണ്ടായിരുന്നു, അപ്പൊ ചക്കയും കഞ്ഞിയൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്, അപ്പൊ അതിന്റെ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ പിന്നെ ഫുഡിന്റെ ചിലതൊക്കെ ഫുഡിന്റെ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ബീട്രൂട്ട്, പിന്നെ ഇപ്പൊ ചൂടുകാലാണല്ലോ, അപ്പൊ പിന്നെ വാട്ടർമെലൺ അധികം ഉണ്ടാവും വീട്ടില്, അപ്പൊ അത് എന്നും കഴിക്കാറുണ്ട്, അപ്പൊ അതിന്റെ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എന്താ കഴിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതാണ് വാട്ടർമെലൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് വാട്ടർമെലൺ എന്ന് കാണിച്ചു കൊടുക്കാലോ, അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വൺ ആരാ ചെയ്യുന്നേ? ഞാൻ കാണിക്കാം. ഞാൻ കാണിക്കാം. മൃദുല, ഞാൻ കാണിക്കാം. കാണുന്നുണ്ട്. ചെയ്തിട്ടുള്ളത് ഫുള്ള് പിക്ചറൈസേഷൻ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പുട്ടാണ് രാവിലെ കഴിച്ചെങ്കിൽ പുട്ട് കുത്തുന്ന പോലെയും ദോശ ചുടുന്ന പോലെയും ഉപ്പുമാവ് കയ്യിൽ പിടിച്ചിട്ടുള്ള പോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജ്യൂസൊക്കെ അങ്ങനെ തന്നെ എല്ലാം ഞാൻ വരച്ചതാണ്. അതെ, കുറച്ച് ബ്ലർ ആവുന്നുണ്ട്, ഒന്നും കൂടി ഇതിനകത്ത് തന്നെ ഒന്ന് കാണിക്കാവോ? ചില ഭാഗങ്ങൾ കാണാൻ പറ്റുന്നില്ല, മങ്ങുന്ന പോലെ. നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലോ അല്ലെ? ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ആയില്ലേ? ഗ്രൂപ്പില്ലേ നിങ്ങൾക്ക്? മൃദുല ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ചെയ്യാമോ? ഓക്കെ, അത് ഒന്നും കൂടി ഒന്ന് ഓൺ ചെയ്യാവോ? ക്യാമറ ഓൺ ചെയ്യാവോ? ഏതെങ്കിലും ഒന്നിലൊന്ന് സൂം ചെയ്യിക്കോ, ഏതെങ്കിലും ഒന്നില്. ഓക്കെ ഓക്കെ. എവിടെ നിന്ന് കിട്ടി ഐഡിയ? എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ചെയ്യണം എന്ന്? ഉണ്ടായിരുന്നോ മുന്നേ ഐഡിയ? ഉണ്ടായിരുന്നോ പറഞ്ഞപ്പോ? അത് ക്രിയേറ്റിവിറ്റി ആയിട്ട് കൂടുതൽ ബന്ധമുണ്ടല്ലേ? കേൾക്കുന്നില്ല മൃദുല. മാം എത്ര ചാർട്ട് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇനി നിങ്ങൾ ഇത് കണ്ട് ബോറടിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല, കുറെ കുട്ടികളെ ചെയ്യിച്ചിട്ടുണ്ട്, പക്ഷെ ഈ കണ്ടത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ കണ്ടിട്ടില്ല. താങ്ക് യു മാം. നെക്സ്റ്റ് ആരാണ്? ഞാൻ കാണിക്കാൻ പറ്റും. കാണാമോ മിസ്? ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് എല്ലാ ദിവസവും കഴിക്കാറില്ല, ഉള്ള ദിവസത്തേക്ക്. പിന്നെ ലഞ്ചില് ചോറ് തന്നെ കഴിക്കാറ്. പിന്നെ ഈവനിങ് സ്നാക്സ് ആണ് ഒരു ദിവസത്തെ. പിന്നെ ഇത് രാത്രിയിലത്തെ ഡിന്നർ. എനിക്ക് വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചേക്കുന്നേ. കുറച്ചുകൂടി സൂം ചെയ്യാവോ കുറച്ചുകൂടി? കാണാമോ?
പിൻ ചെയ്തില്ല. അല്ലേ? കാണാം. നന്നായിട്ടുണ്ട്. ഓക്കെ ആണോ മാം? ഓക്കെയാണ് കേട്ടോ. ഓക്കെ. അടുത്തത് ആരാണ്? ഞാൻ കാണിക്കാം മാം. ഞാൻ ബുക്കിലാണ് ചെയ്തത്. അഞ്ജു അല്ലേ? ഞാൻ ബുക്കിലാണ് ചെയ്തത്. ഓക്കെ കാണിച്ചോളൂ. ഞാന് ചിലത് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ചിലത് എടുത്തു വെക്കും, എന്നിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കും. അല്ലാത്തത് എഴുതിയും വെച്ചിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്തോളൂ. ഓണല്ലേ? ഓണാണ്. കാണാൻ പറ്റുന്നില്ല. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാണാൻ പറ്റുന്നില്ല അഞ്ജു. ചിലപ്പോ റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. അതായിരിക്കും. ഓക്കെ, ഇനി ആരാണ്? അഞ്ജു, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് നോക്കാം കേട്ടോ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ. ഇന്ദു രഞ്ജിത്ത് അല്ലേ? മാക്സിമം പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഫുഡിന്റെ എഴുതിയിട്ടുണ്ടോ ഒപ്പം എന്താണെന്ന്? ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ലഞ്ച്, പിന്നെ ഈവനിങ് സ്നാക്സ്, പിന്നെ ഡിന്നർ ചെയ്തിട്ടുണ്ട് അല്ലേ? താങ്ക് യു. ഓക്കെ മാം, ഞാൻ കാണിക്കാം. കാണിച്ചോളൂ. സാബിറ അല്ലേ? അതെ. കാണുന്നുണ്ടോ മാഡം? കാണുന്നില്ല. ഇവിടെ ഇങ്ങനെ ബാക്ക് ക്യാമറ ആക്കാണോ ചെയ്യാം? എന്താ? അല്ല, ഞങ്ങൾ സാധാരണ ക്യാമറ തന്നെ എടുത്തത്, എന്നിട്ട് അതിനോട് സൂം ചെയ്ത് ഇങ്ങനെ. എനിക്ക് ക്യാമറ ഓൺ ചെയ്തപ്പോ കഴിയും. സാബിറ ഇന്നലെ ഓണാക്കി കാണുന്നില്ല. എനിക്ക് എന്നെ കാണുന്നുണ്ട്. കാണിച്ചാൽ മതിയോ? സാബിറ അല്ലേ? അവിടെ കാണുന്നില്ല കേട്ടോ. നോക്കട്ടെ. നോക്കൂട്ടോ. പറയൂ. അടുത്തതാരാ? മാം, ഞാൻ കാണിക്കാം. അപർണ കാണിച്ചോളൂ. കാണാൻ പറ്റുന്നുണ്ടോ മിസ്സേ? കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. ഇല്ലേ? ഇല്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തന്നാൽ മതി. ഓക്കെ.
ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരട്ടെ എന്നാ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ, മാർക്ക് കിട്ടുന്നതാണ്. തരട്ടെ? ഒരു ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് റെഡിയാക്കുക. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്, അതായത് ജനിച്ച അന്ന് തുടങ്ങി 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻസ് എന്തൊക്കെയാണ്, അത് ചാർട്ട് പേപ്പറിൽ, അതായത് ഇപ്പോ ജനിച്ച സമയത്ത് നമുക്ക് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിനോട് സിമിലർ ആണ് കേട്ടോ. അപ്പൊ ജനിച്ച സമയത്ത് നമ്മൾ BCG കൊടുക്കുക അല്ലെ, അതിനുശേഷം കുഞ്ഞിന് ഇപ്പോ 6th വീക്ക് ആകുമ്പോ അല്ലെങ്കിൽ 14th വീക്ക് ആകുമ്പോ ഒക്കെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ജനിച്ച അന്ന് തുടങ്ങി 15 വയസ്സ് വരെ കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിൻസ് ഏതൊക്കെയാണെന്ന് ഉള്ള ഒരു ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് റെഡിയാക്കുക. ഓക്കെ, 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കേട്ടോ. ഓക്കെ അല്ലേ? അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ട്യൂസ്ഡേക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യുക, അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ചാർട്ടിൽ തന്നെയല്ലേ മിസ്സേ? ആ ചാർട്ടിൽ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യുന്നതും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ? അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഇടും, ടോപ്പിക് ഇടും. അവിടെ ആരെങ്കിലും അസൈൻമെന്റ് തന്നിട്ടുണ്ടോ? ഇല്ല, നിങ്ങളുടെ ബാച്ചിന് ഞാനൊരു ടോപ്പിക് ഇടും. ഇപ്പോ പ്രിപ്പയർ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഒരു ടോപ്പിക് അവിടെ കൊടുക്കും. അപ്പൊ ടോപ്പിക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അസൈൻമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്യാം. ഇനി ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്ത് നോക്കൂ, ഗൂഗിൾ ക്ലാസ് റൂമിൽ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. പറ്റാത്തവർക്ക് ഞാൻ നെക്സ്റ്റ് വീക്ക് വാട്സപ്പ് നമ്പർ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മുടെ പേര് കൊടുത്തിരിക്കുന്നത് കുട്ടിയുടെ പേരാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് വരില്ലല്ലോ. അപ്പൊ നമ്മൾ ആ ചാർട്ടിൽ നമ്മുടെ പേര് എഴുതിയാൽ മതിയോ? ആ മതി, അത് മതി. കറക്റ്റ് ആയിട്ടുള്ള പേര് എഴുതുക കേട്ടോ. ഓക്കെ, മാത്രമല്ല നമുക്ക് മാർക്ക് ഇടാനായിട്ട് പറ്റും. ചാർട്ടിൽ തന്നെ ചെയ്യണം നിർബന്ധമുണ്ടോ? ചാർട്ടിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോവാം, കുട്ടികളെ കാണിക്കാനായിട്ട്. അതും കൂടി വെച്ചിട്ടാണ് ചാർട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അതെന്തറിയോ, ഞാൻ ഇവിടെ ഖത്തറിലാണ്. അപ്പൊ ഇവിടുന്ന് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാന് 2-3 മാസം കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാധാ A4 ഷീറ്റിൽ ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇനി എല്ലാവരും അസൈൻമെന്റ് ഒക്കെ ഞാൻ ടോപ്പിക് കൊടുത്തേക്കാം, അവിടെ കൊടുത്തേക്കാം. നെക്സ്റ്റ് ട്യൂസ്ഡേയുടെ ഉള്ളിലല്ലേ? നെക്സ്റ്റ് ട്യൂസ്ഡേയുടെ ഉള്ളിൽ. അതെ അതെ, കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ ചെയ്തിട്ടുണ്ട് മിസ് ആക്ടിവിറ്റി, ജസ്റ്റ് ഒന്ന് കാണിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓർമ്മിപ്പിച്ചാൽ മതി. ഓക്കെ മിസ്, ഒരാൾ സൈൻ ഔട്ട് ഉണ്ടായിരുന്നു. സൈൻ ഔട്ട് പറഞ്ഞോളൂ. സൈൻ ഔട്ട് പറഞ്ഞു. ഞാൻ ഇന്ന് സൈൻ ഔട്ട് പറയാണ്ട് പോകുന്നു വിചാരിച്ചു. ഇന്നലെ സൈൻ ഔട്ട് പറയാൻ പറ്റിയില്ല. എന്ന് നമുക്ക് ക്ലാസ് എടുത്തു തന്ന ടീച്ചർക്ക് താങ്ക് യു. നമ്മൾ ഒരുപാട് വാക്സിനെ കുറിച്ചിട്ട് 2-3 വാക്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെ എൻ്റെ ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട് ടീച്ചർ. അത് നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഒന്ന് ക്ലാസ് തന്ന ടീച്ചർക്ക് താങ്ക് യു. Okay, thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.